ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഹയർ പർച്ചേസ് അക്കൗണ്ട്സിൽ ഹയർ പർച്ചേസ്ഡ് ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നതിൽ മൂന്നാമത്തെ മെത്തേഡാണ് പറയുന്നത് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്, സെക്കൻഡ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ്, ആൻഡ് ദിസ് ഇസ് എ തേർഡ് വൺ, ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. This method is almost similar to full cash price method with the difference that in this method interest suspense account is prepared. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ഈ പേരിൽ പറയുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എന്താണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്, അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡുമായിട്ട് സിമിലറാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ പർച്ചേസർ ഹയർ വെൻഡർക്ക് കൊടുക്കാനുള്ള കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പം നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ അതിലെന്തിനാണ് നമ്മൾ 25,000 മെഷീനറി വാങ്ങുന്നു, 5,000 ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പം ബാക്കി വരുന്ന 20,000 നമ്മൾ 9 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഇൻട്രസ്റ്റ്. പിന്നെ നമ്മൾ ഇയർ എൻഡിൽ 5,000 കൊടുത്താൽ റിമൈനിങ് 15,000 നെക്സ്റ്റ് 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഇൻട്രസ്റ്റ്. അതേപോലെ 10,000 അടുത്ത വർഷം, 5,000 വീണ്ടും 4ാമത്തെ വർഷം, അങ്ങനെ നമ്മൾ 4 ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ വർഷവും എത്ര ഇൻട്രസ്റ്റ് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ടോട്ടൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദി അസറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഫുൾ ക്യാഷ് പ്രൈസ്. ആദ്യം പറഞ്ഞ മെത്തേഡ് പോലെ അസറ്റ് അക്കൗണ്ട് നമ്മൾ ഫുൾ ക്യാഷ് പ്രൈസിലാണ് ഡെബിറ്റ് ചെയ്യുക. അതായത് 25,000 ഫസ്റ്റ് എൻട്രി തന്നെ എന്ത് വരും, മെഷീനറി അക്കൗണ്ട് ഡെറ്റഡ് ടു വിഗൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് 25,000 തന്നെ വരും. ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡാണ്. അറ്റ് ദ സെയിം ടൈം ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഈസ് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു ഹയർ വെൻഡർ അക്കൗണ്ട്. അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് എൻട്രി മെഷീനറി അക്കൗണ്ട് ഡെറ്റഡ് ടു വിഗൽ ഇൻഡസ്ട്രീസ്, പിന്നെ നമ്മൾ 5,000 കൊടുക്കുന്നു. പിന്നെ നമ്മൾ എൻട്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഹയർ വെൻഡർ, അതായത് ഇത്രയും ഇൻട്രസ്റ്റ് ഹയർ വെൻഡർക്ക് കൊടുക്കാനുണ്ടെന്ന് കാണിക്കുന്ന എൻട്രിയും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റിൽ തന്നെ പാസ് ചെയ്യും. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻട്രസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. At the time of preparation of final accounts, the interest is transferred to the profit and loss account, and balance of interest suspense account is shown in the balance sheet as a deduction from the higher vendor account, and all other entries are similar to that under full cash price method. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ വർഷവും ഇൻട്രസ്റ്റ് പേ ചെയ്യണ്ടേ. ഇൻട്രസ്റ്റ് പേ ചെയ്യാനാവുമ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കണം, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ്. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഹയർ വെൻഡർ എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റിൽ വരുന്ന ഇൻട്രസ്റ്റും അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഓരോ വർഷം വരുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർഷത്തേക്കുള്ളത് എടുക്കണം. എങ്ങനെയാണ് എടുക്കേണ്ടത്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ്. നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോഴാണ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഹയർ വെൻഡറിന് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഹയർ വെൻഡർക്കുള്ള ലാബിലിറ്റി കംപ്ലീറ്റ് ആദ്യമേ കാണിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഓരോ സമയം വരുമ്പോൾ അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ജേണൽ എൻട്രി ഓരോ വർഷവും ജേണൽ എൻട്രി പാസ് ചെയ്യുക. ഫസ്റ്റിലത്തെ ഇയറിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഇൻട്രസ്റ്റ് സസ്പെൻസ് വരുള്ളൂ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ട്. പിന്നെ ഓരോ വർഷവും എന്താണ്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് ക്രെഡിറ്റിലായിട്ടാണ് വരിക. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ചെയ്യുമ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, അതായത് ഒരു വർഷം 750 കൊടുക്കുന്നതെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ ആ വർഷം തന്നെ എന്താണ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതേപോലെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്തായിട്ട് കാണിക്കണം, ഹയർ വെൻഡറിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. കാരണം ഇവിടെ നമ്മൾ ഹയർ വെൻഡർക്കുള്ള ലാബിലിറ്റി ആയിട്ടാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് കാണിക്കുന്നത്. പക്ഷെ ഒരു വർഷം അത്രയും ലാബിലിറ്റി ആക്ച്വലി വരാത്തതുകൊണ്ട് ഓരോ വർഷവും എക്സ്ട്രാ വരുന്നത് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡിൽ
ഫസ്റ്റ് ഇയറിലെ എൻട്രീസ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വിഗൽ ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിളിലാണ് പറയുന്നത്. ഫസ്റ്റ് എൻട്രി എന്ത് വരും? മെഷീനറി അക്കൗണ്ട് ഡെറ്റ് 25,000 ടു വിഗൽ ഇൻഡസ്ട്രീസ്. അതായത് ഫുൾ ക്യാഷ് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടിട്ട്. സെക്കൻഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ അതും നമ്മൾ വിഗൽ ഇൻഡസ്ട്രീസിൽ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു വിഗൽ ഇൻഡസ്ട്രീസ്. ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഹൈലൈറ്റ്. അത് 2,250 രൂപ വരുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ ആദ്യത്തെ ഇയറിൽ 750, സെക്കൻഡ് ഇയറിൽ 750, തേർഡ് ഇയറിൽ 500, അങ്ങനെ 4 വർഷത്തെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടെ കൂട്ടിയിട്ടാണ് 2,250 വരുന്നത്. പിന്നെ നമ്മൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതായത് 5,000 ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 5,000, അതായത് നമ്മൾ 2016 ഏപ്രിൽ 1 തന്നെ വാങ്ങുന്ന അന്ന് തന്നെ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ നോട്ടിൽ ആ ഒരു എൻട്രി ഞാൻ മിസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വർഷം ലാസ്റ്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് കാണിക്കണം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 750, അതായത് 31st December 2016 വരുന്ന എൻട്രിയാണ് എന്ത്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. അത് 750 വരും. ആ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. നമ്മൾ ആദ്യമാണെങ്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഹയർ വെൻഡർ എന്നായിരുന്നു എഴുതിയത്. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ വിഗൽ ഇൻഡസ്ട്രീസ്. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ എന്താണ്? ടോട്ടൽ ഇൻട്രസ്റ്റും വിഗൽ ഇൻഡസ്ട്രിയിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് കാണിച്ചതുകൊണ്ടിട്ട് തന്നെ ഇനി നമ്മൾ ഓരോ വർഷവും എങ്ങനെ കാണിക്കണം? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 750 കാണിക്കണം. പിന്നെ വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് 5,750. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഡിപ്രീസിയേഷൻ കാണിക്കുക. ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും ഓരോ വർഷത്തത് എന്ത് ചെയ്യണം? പ്രീ ആൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതൊക്കെ സെയിം ആണ്. വരുന്ന ഡിഫറൻസ് എന്താണ്? ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ കാണിക്കുക. അതായത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു വിഗൽ ഇൻഡസ്ട്രീസ്. പിന്നെ ഓരോരോ വർഷത്തെ ഇൻട്രസ്റ്റും ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. അതായത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. പിന്നെ ഇതിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം ജേണൽ എൻട്രീസ് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ജേണൽ എൻട്രീസ് എഴുതിയിട്ട് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഇനിയിപ്പം എക്സാംസിനൊക്കെ ജേണൽ എൻട്രീസ് എഴുതാൻ ചോദിക്കില്ല. അപ്പം നമ്മൾക്ക് ജേണൽ എൻട്രീസ് എഴുതാൻ സമയം ഉണ്ടാവില്ല. ആ ഒരു ക്വസ്റ്റ്യനിന് ജേണൽ എൻട്രീസ് എഴുതാനുള്ള സമയം തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിൽ തന്നെ എങ്ങനെയാണോ എൻട്രീസ് വരിക എന്ന് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പറ്റണം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ജേണൽ എൻട്രീസ് കംപ്ലീറ്റ് എഴുതുക. എന്നിട്ട് അത് അതേപോലെ നോക്കിയിട്ട് ഓരോ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ്? ഇൻട്രസ്റ്റ് ഓരോ വർഷത്തത് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബാലൻസ് വരുമല്ലോ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ 2016 പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 2016 ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ 2,250 ബാലൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്താണ്? 750 ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കുറയുന്നുള്ളൂ. അപ്പം വീണ്ടും 1,500 ഉണ്ട്. അപ്പോൾ ഈ 1,500 നമ്മൾ എന്ത് ചെയ്തിട്ട് കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ ഹയർ വെൻഡറുടെ ലാബിലിറ്റിയിൽ നിന്ന് ഡിഡക്റ്റ് ആയിട്ട് കാണിക്കണം. കാരണം എന്താണ്? ഹയർ വെൻഡറുടെ ലാബിലിറ്റിയിൽ അതും കൂടെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അത് ആക്ച്വലി ആ ഒരു വർഷത്തേക്കുള്ള ലാബിലിറ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കാണിക്കണം? ബാലൻസ് ഷീറ്റ് 2016 ഡിസംബറിലെ ബാലൻസ് ഷീറ്റ് കാണിക്കുമ്പോൾ വിഗൽ ഇൻഡസ്ട്രീസ് എഴുതിയിട്ട് ലെസ് ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 1,500 കാണിക്കണം. അങ്ങനെ ഓരോ വർഷവും കുറച്ച് കൊണ്ടുവരണം.